ഇപ്പോൾ സമയം ഏകദേശം ഒരു 12, 12:30 ആ ടൈമായിട്ടാണ് കേട്ടോ. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു സ്ഥലമാണിത്. നമ്മുടെ കല്ലിശ്ശേരി കഴിഞ്ഞിട്ട് തിരുവല്ലയ്ക്ക് പോകുന്ന റൂട്ടിൽ പ്രാവങ്കോട് മുമ്പായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ ബൂസ്റ്റർ ചായയാണ്. ഈ ഒരു ടൈമിലൊക്കെ ഇവരുടെ ഷോപ്പ് ഓപ്പൺ ആണ് കേട്ടോ. ഇതെൻ്റെ മുറച്ചെറുക്കനാണേ. പേര് ദർശൻ എന്നാണ്, പക്ഷേ ഞങ്ങളിതിനെ ദിവ്യൻ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ അമ്പലത്തിലെ ഉത്സവമായിട്ട് അവൻ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അങ്ങനെ അവനെയും കൊണ്ടൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 3 ആളുണ്ട്. അപ്പോൾ അവനാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ എടുത്തു തരുന്നത്. എൻ്റെ ഡാൻസിൻ്റെ റീൽസ് അതിനകത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവൻ വരാറുണ്ട്. പിന്നെ കൂടുതലും എൻ്റെ വീഡിയോസൊക്കെ എടുത്തു തരുന്നത് അവനാണ്, അവനുള്ളപ്പം. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ ഞങ്ങൾ 2 ചായ ഓർഡർ ചെയ്തേ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവനോട് ചോദിച്ചു എന്തോ വേണ്ടതെന്ന്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്തെ. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചിട്ടാണ് വന്നത്. അമ്പലത്തിൽ നിന്ന് ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ വീട്ടിൽ വന്ന് ഫുഡും കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമതെ വിശക്കുന്നില്ല, അതാണ് മെയിൻ കാര്യം. ഐസ്ക്രീം വേണമെന്നൊക്കെ ചോദിച്ചപ്പം ഐസ്ക്രീം ഒന്നും ആ ടൈമിൽ വേണ്ടായിരുന്നു. അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അന്നേരം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്തായാലും 2 ചായ ഓർഡർ ചെയ്തു. ആൾ പൊതുവേ ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ. ഞാനുമായിട്ട് നല്ല കൂട്ടാണ്. അപ്പം എൻ്റെ കൂടെ വന്ന് നിൽക്കാനും ഒക്കെ പുറത്ത് പോകാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇടയ്ക്കൊന്ന് ചിരിക്കും. പിന്നെ കുറച്ച് നേരം വിവേകമായിട്ട് വർത്താനം പറയും. വിവേകമായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ. അപ്പം പുറത്ത് പോകാനൊക്കെ വിളിച്ചപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായിരുന്നു പുള്ളിക്ക്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ്, ഉത്സവത്തിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം പുള്ളി കാവടി എടുക്കണമെന്ന് പറഞ്ഞു, പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളിനി എപ്പോഴാണ് ബാംഗ്ലൂർക്ക് പോകുന്നേ, തിരിച്ചു പോകുന്നേ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഓരോരോ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കഴിക്കാൻ എന്തോ വേണ്ടതെന്ന് ചോദിച്ചപ്പം വേണ്ട, പ്രത്യേകിച്ചൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും എന്തെങ്കിലും ഒന്ന് മേടിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങളൊരു നഗറ്റ്സ് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പം അന്നേരം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുമായിരുന്നേ. ഇതൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ചുമ്മാ ഇങ്ങനെ ഓരോ ആക്ഷൻസ് കാണിക്കുമായിരുന്നേ. അപ്പോൾ നഗറ്റ്സ് വന്നു. അപ്പോൾ അതിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. അപ്പം ഞങ്ങൾ പറഞ്ഞു ചൂടാണ്, അപ്പം സൂക്ഷിച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തായാലും കൊള്ളാം, അതൊക്കെ കഴിച്ചു. പക്ഷെ നല്ലൊരു ടൈമായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ നമുക്കിങ്ങനെ ഇവിടെ വന്നിരിക്കാനായിട്ട് നല്ലൊരു സ്പോട്ടാണ്. ഞങ്ങൾ ഇതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് പകൽ ടൈമിൽ ഇത് എപ്പോഴാണ് തുറക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കൂടുതൽ സമയം ഞങ്ങൾ ഇതുപോലെ ഈവനിങ്ങും അല്ലെങ്കിൽ രാത്രിയുമാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളുണ്ട്, എന്നാൽ ഒരുപാടായിട്ടില്ല. നമുക്കിങ്ങനെ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ഒക്കെ നമുക്കിങ്ങനെ വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ നമുക്ക് വലിയ നോർമൽ റേറ്റേ ഉള്ളൂ, ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ അത്യാവശ്യം വെറൈറ്റി കുറച്ച് സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സൈലൻ്റായിട്ടൊക്കെ ഇങ്ങനെ വന്നൊന്ന് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്ലേസ് ആയതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. എന്തായാലും അവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എന്തായാലും 3 ആൾക്കാരും എൻജോയ് ചെയ്ത് നന്നായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്